ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള വെറൈറ്റി പൂവ് എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇത് അരളിയാണ്. സെക്കൻഡ് ഉള്ളതെന്ന് വെച്ചാൽ ഇതാണ്. ഇത് കഴിഞ്ഞ് നമുക്കിത് അടിപൊളി ഒരു അടിപൊളി ഇത് കാണാൻ പറ്റും. എന്തുവാ കുറ്റി എന്തുവാ വെച്ചാൽ എന്തുവായിരുന്നു എൻ്റെ പേര്? കുറ്റിത്തെറ്റിയാണത്. പിന്നെ അത് കഴിഞ്ഞാൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ പൂവാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇഷ്ടം പോലെ കൈ വീഴുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഉടനെ ഉള്ളതെന്ന് വെച്ചാൽ ഈ പൂവാണ്. ഇത് കാണാൻ നല്ല വെറൈറ്റി പൂവായിരുന്നു. പിന്നെ ഒരു നല്ല വെറൈറ്റി പായായിട്ട് നിൽക്കുന്ന ഒരു തെറ്റി പിന്നെ ഉണ്ട് കേട്ടോ. ഒരു തെറ്റി പിന്നെ നിൽക്കുന്ന ഒരു തെറ്റി. അത് കഴിഞ്ഞാലുള്ള മഞ്ഞത്തെറ്റിയാണ് കേട്ടോ. മഞ്ഞത്തെറ്റി, നിങ്ങൾക്ക് മഞ്ഞത്തെറ്റി കാണാവോ? മഞ്ഞത്തെറ്റി കഴിഞ്ഞുള്ളതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ സെപ്പറേറ്റ് രണ്ട് മഞ്ഞത്തെറ്റി ഉണ്ട് കേട്ടോ. മഞ്ഞത്തെറ്റി മുട്ടായതേ ഉള്ളൂ. പിന്നെ ഇതേപോലെ മൂന്ന് തൈകളുണ്ട് കേട്ടോ. 3 തൈ. പിന്നെ നമ്മുടെ ചക്കയാണ് ഇത് നിൽക്കുന്ന ഫുള്ളും അങ്ങ് മേലെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1 2 3 4 5 6 ചക്കയുണ്ട് കേട്ടോ. 6 ചക്ക നമുക്ക് ഇവിടെ കയ്യിൽ എത്തിച്ച് പിടിക്കാൻ പറ്റുന്ന 2 3 ചക്കയാണ് കേട്ടോ. ചക്ക. പിന്നെ അത് കഴിഞ്ഞാൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ റോസ നട്ടിട്ടുണ്ട് കേട്ടോ. 1 2 3 4 റോസാക്കമ്പുകൾ നട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഉള്ളതെന്ന് വെച്ചാൽ റോസ് കഴിഞ്ഞാൽ പിന്നെ കുറ്റിമുല്ലയുണ്ട് കേട്ടോ. കുറ്റിമുല്ല ഇത് നല്ല വളർച്ചയാണ്, ഗ്രോത്ത്നെസ്. ഇത് തൈ ഉള്ളവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ തരാൻ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഇഷ്ടം പോലെ പൂവുകൾ ഇതിനകത്ത് പിടിക്കും. ഇതൊക്കെ പൂവ് ഉണ്ടായതാണ്. ഇതിൻ്റെ മുട്ട വന്ന് ഇത് പക്ഷേ ഭയങ്കര മണമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് മുല്ലയുണ്ട് കേട്ടോ. സാധാരണയായിട്ട് വളരുന്ന. പിന്നെ നമുക്ക് കറിവേപ്പുണ്ട്. കറിവേപ്പ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഗ്രോത്ത്നെസ് ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഒരു ചെറിയ കരിവേപ്പ്. പിന്നെ അത് കഴിഞ്ഞുണ്ട് നമ്മുടെ മൈലാഞ്ചി. കായൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കായതിനകത്ത് മൊത്തത്തിൽ നിൽക്കുന്നുണ്ട്. എല്ലാം വാടിപ്പോയതാണ് കേട്ടോ. വാടുന്നതാണ്. ഇത് കണ്ടത് വാടി. അപ്പോൾ അത് കഴിഞ്ഞുള്ള കപ്പയ്ക്കുണ്ട്. കപ്പയ്ക്ക ഒരെണ്ണം പിടിച്ച് വരുന്നതേ ഉള്ളൂ. കപ്പയ്ക്ക നമ്മുടെ തലയുടെ മുട്ടയിലുണ്ട്. കപ്പയ്ക്ക കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയൊരു ഗ്രോത്ത്നെസ് ആയിട്ട് വരുന്നൊരു തൈ വാഴ നട്ടിട്ടുണ്ട്. തൈ വാഴ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് അന്ന് തീട്ടപ്പോൾ പോയ കുരുമുളകാണ്. അതിപ്പോൾ വളർന്ന് കയറിയതാണ്. പച്ചപ്പായതായിരുന്നു. ഇതൊരു പ്ലാവായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറേ ഉണ്ട് കേട്ടോ. ഇതേപോലെ മരം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ബാക്കിൽ ഇതേപോലെ കുറച്ച് ചേമ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ചേമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഇതാണ് എൻ്റെ പേര് കുരുമുളക് ചെടി കാണാം. അത് കഴിഞ്ഞുള്ളത് നമ്മൾ ഗ്രോസായിട്ട് വരുന്ന ഒരു ചെറിയ ചേമ്പ് കാണാം. ചേമ്പില. പിന്നെ അത് കഴിഞ്ഞുള്ളതെന്ന് വെച്ചാൽ അവിടെ ആവശ്യമില്ലാത്തടത്തൊക്കെ ഈ ചേമ്പ് കിളിക്കുന്നുണ്ട് കേട്ടോ. ഈ ചേമ്പ്. പിന്നെ നമ്മൾ ഈ കറുത്ത സ്ഥലത്ത് നമ്മൾ ഇഞ്ചി നട്ടിരിക്കുകയാണ്. ഇഞ്ചി നട്ടിട്ടുണ്ട്. മൂടായിട്ടുള്ളത് നമ്മൾ ഇത് നട്ടിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് ചീനി നട്ടിട്ടുണ്ട്. ചീനി കഴിഞ്ഞ് അടുത്ത ഉള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. നമുക്ക് ചെമ്പരത്തി മരമുണ്ട്. ചെമ്പരത്തിയുടെ മരം
ചെമ്പരത്തി ചെമ്പരത്തി ദേ ഇവിടെ നിൽക്കും, ഈ സൈഡിലായിട്ട് ദേ കണ്ടോ. ചെമ്പരത്തി കഴിഞ്ഞ ഉടനെയുള്ള ദേ നമ്മൾ സർപ്പവോള നടത്തിയിട്ടുണ്ട് കേട്ടോ. സർപ്പവോള വളർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള മൈലാഞ്ചി ഒരു മൂട് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു മൂട് ഇവിടെയും ഒരു മൂട് ഇവിടെ, ഒരു മൂട് ഇവിടെയും 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 ഇവിടെ ഒരെണ്ണം നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്ന് കുഞ്ഞയുടെ വീട്ടിലേക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മൽഗോവയുടെ മാവുണ്ട് കേട്ടോ. ഇതാണ് മൽഗോവ പിടിക്കുന്ന മാവ്. ഇതിന് പക്ഷെ നല്ല മണമാണ് കേട്ടോ. നല്ല തിന്നാൻ നല്ല രസമാണിത്, നല്ല മണമുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുറ്റി പോവുകയാണെങ്കിൽ നമുക്ക് കുറേ വാഴയുണ്ട്, പിന്നെ കണിക്കൊന്നയുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ളതെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലുള്ള എന്താണെന്ന് വെച്ചാൽ എന്തുവാ, ഇവിടെ ഒരു വാഴ നട്ടിട്ടുണ്ട് കേട്ടോ. അത് വളർന്ന് ഇത്ര ആയതുള്ളൂ, ഇത്രയും വാഴ. പിന്നെ അവിടെ കഴിഞ്ഞ അതേപോലെ തന്നെ ഒരു വാഴ അവിടെ രണ്ടിടത്തും കിളിക്കുന്നുണ്ട്. ഇവിടെ കിളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നട്ടേക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ പനിക്കൂർക്കയാണ്. പനിക്കൂർക്കയുടെ ഇല അത് 2-3 എണ്ണം. പിന്നെ സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. സ്പൈഡർ പ്ലാന്റ് പിന്നെ ഒരു മൂട് തെറ്റി ഇവിടെ വളരുന്നുണ്ട് കേട്ടോ. ഒരു മൂട് തെറ്റി സ്പൈഡർ പ്ലാന്റ് ഒരു 10-12 എണ്ണം ഉണ്ട് സ്പൈഡർ പ്ലാന്റ്. പിന്നെ പുൽച്ചെടി ഉണ്ട് കേട്ടോ. പുല്ല് കണക്കിരിക്കുന്ന ഒരു ചെടിയാണിത്. ഇതിനാണ് പറയുന്നത് പുൽച്ചെടി. ഇതിനാണ് പുൽച്ചെടി എന്ന് പറയുന്നത്. ഇത് ഇഷ്ടം പോലെ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ഇതേപോലെ തന്നെ കുറേ ഇതുണ്ട് കേട്ടോ. എന്തുവാ മറ്റേ ഞാൻ പറഞ്ഞില്ലേ മറ്റേ എന്തുവാ ഞവരയില. പിന്നെ നമുക്കിവിടെ അതേപോലെ തന്നെ ഞാൻ കാണിച്ചൊരു പൂവുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെയും നമുക്ക് ഇവിടെ ഒരു നട്ടിട്ടുണ്ട് കറിവേപ്പില. പിന്നെ അങ്ങോട്ട് ഇവിടെ ആയിട്ടൊരു എന്തുവാ ഇത് നട്ടിട്ടുണ്ട് കേട്ടോ. എന്തോ മഞ്ഞപ്പൂവ്, അരുളി. പിന്നെ നമുക്ക് രണ്ട് കൂട്ട് ഇതുണ്ട് കേട്ടോ, കറിവേപ്പില. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഇങ്ങോട്ട് മൊത്തം അരളിയുണ്ട്. പിന്നെ ഒരു റോസയുണ്ട്. പിന്നെ അത് ആ മരം കണ്ട, അത് ആടലോടം. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്ന് വരുത്തത് ഇതേപോലെ ഒരു ചെടിയും കൂടെ അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. പിങ്ക് അതിൻ്റെ തന്നെ ഒരു പിങ്ക് കളറുള്ള. പിന്നെ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ 4 കൈതച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഒരു കൈതച്ചക്ക മാമിക്ക് വിഷുക്കണി കേൾക്കാൻ കൈതയിലെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ചെറിയ ഒരു ഇച്ചിരി കൂടെ വലുതായിട്ടുള്ള എന്തുവാ കണി വയ്ക്കാൻ വേണ്ടി ഇതെടുത്ത് കൊടുത്തു ഒരു കൈത. പിന്നെ അത് കഴിഞ്ഞുള്ളതെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ പ്ലാസ്റ്റിക് ചെടിയില്ലേ, പ്ലാസ്റ്റിക് പൂവ്, കടലാസ് പൂവ്, ഇതെന്താ ചെടിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് സ്പൈഡർ പ്ലാന്റ്. ഇത് എന്തോ മറ്റേ പ്ലാന്റ് ഒരു എന്ത് സൈസ് പടുന്ന പ്ലാന്റ്, മണി പ്ലാന്റ് കേട്ടോ. മണി പ്ലാന്റ് ഇവിടെ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട്. ഈ പൂവുണ്ട്, ഞാൻ പറഞ്ഞ സെയിം പിച്ച് അതുണ്ട്. മണി പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തവും കാണാൻ പറ്റും. മണി പ്ലാന്റ് ഇവിടെ മൊത്തത്തിൽ നിൽക്കുകയാണ്. കണ്ടോ, മണി പ്ലാന്റാണ് ഈ നിൽക്കുന്ന മൊത്തവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ പടർന്ന് താഴെ വരെ കിടക്കുക കേട്ടോ. മണി പ്ലാന്റ് കാണിച്ചു തരാം. കണ്ടോ, മണി പ്ലാന്റ് അങ്ങ് താഴെ വരെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് മണി പ്ലാന്റ്
പിന്നെ നമുക്കൊരു കുരുമുളക് കഴിക്കുന്നത് ഒരു പ്ലാവാണ് കേട്ടോ. ഒരു പ്ലാവ്, 2 വലിയ മുതക്കൻ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് ഇത് അവിടെ ആയിട്ടും കണ്ടു നിൽക്കുന്ന ചക്ക ഇപ്പോൾ ഉണ്ട്. മേളിലും ഉണ്ട് കേട്ടോ ഒരു ചക്ക. അതെനിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ചക്കയുണ്ട്, അതിനകത്ത് തന്നെ കുരുമുളക് പിടിപ്പിച്ചിട്ടുണ്ട്. കുരുമുളക് പിന്നെ തെറ്റി അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചെറിയ ഈ വ്ളോഗ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.